വെളിച്ചമാണ് തിരുദൂതർ. പുസ്തകവായന. രചന GK എടത്തനാട്ടുകര. പ്രസാധനം ഡയലോഗ് സെന്റർ, കേരള. വിതരണം IPH ബുക്സ്. ഊതിക്കാച്ചിയ പൊന്ന്. മദീനയിൽ പ്രവാചകന്റെ പേരും പെരുമയും പെരുകിക്കൊണ്ടിരുന്നു. പ്രവാചക നേതൃത്വത്തിൽ വളരെ വേഗത്തിൽ പുതിയൊരു സമൂഹം രൂപപ്പെട്ടു. മക്കയിൽ നിന്ന് വിശ്വാസികളുടെ ഹിജ്റ പൂർത്തിയായി. മദീനയിലെ മനുഷ്യ വിഭവശേഷി വർദ്ധിച്ചു. ആൾപ്പാർപ്പില്ലാത്തിടങ്ങളിൽ ജനവാസം തുടങ്ങി. ചിതറിയ ഗ്രാമങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചു. വിവിധ ദേശ ഗോത്രക്കാർ മദീനയിൽ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധം ഐക്യപ്പെട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലായി. പുതിയ മാർക്കറ്റുകൾ രൂപം കൊണ്ടു. എഴുത്തും വായനയും അഭ്യസിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കി. മുഹാജിറുകളിലെ അവിവാഹിതരായ ചില ചെറുപ്പക്കാർ ദൈവികാധ്യാപനങ്ങളുടെ പഠനത്തിനായി സ്വയം സമർപ്പിച്ചു. മസ്ജിദുൻ നബവിയിൽ പ്രത്യേകം സജ്ജമാക്കിയ സുഫ എന്ന വേദിയിലാണ് അവർ താമസിച്ചത്. അവർക്കു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പ്രവാചകനും മറ്റു വിശ്വാസികളും പ്രത്യേകം ശ്രദ്ധിച്ചു. എല്ലാ തലങ്ങളിലും മാറ്റങ്ങൾ പ്രകടമായി. മദീനയുടെ മുഖച്ഛായ മാറി മറിഞ്ഞു. പ്രബലർ ദുർബലരാവുന്നു. പ്രവാചകന്റെ കീർത്തി മാത്രമല്ല, ശക്തിയും കൂടി. സ്വാധീനം സ്വാഭാവികമല്ലാത്ത വിധം വർദ്ധിച്ചു. എല്ലാം പ്രവാചകനെ കേന്ദ്രീകരിച്ചായി മാറി. ഓരോ വീട്ടിലും സത്യത്തിന്റെ സന്ദേശം മുഴങ്ങി. സമൂഹത്തിൽ കഴിവും സ്വാധീനവുമുള്ള പലരും സത്യമാർഗം പുൽകിക്കൊണ്ടിരുന്നു. അവരിൽ ഒരാളായിരുന്നു അബു ഖൈസ് ബിൻ അബി ഉൻസ്. പ്രവാചക സന്ദേശം വന്നെത്തുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹം വിഗ്രഹപൂജ ഉപേക്ഷിച്ചിരുന്നു. ഭാര്യ ആർത്തവക്കാരിയാണെങ്കിൽ ലൈംഗിക ബന്ധം പാടില്ല, സംയോഗം കഴിഞ്ഞാൽ കുളിച്ച് ശുദ്ധിയാവണം എന്നൊക്കെ സ്വയം മനസ്സിലാക്കി പാലിച്ചു പോന്നിരുന്നു. മാത്രമല്ല, വീടിനടുത്ത് ഒരു ആരാധനാലയമുണ്ടാക്കി ഇബ്രാഹിമിന്റെ നാഥനെ ആരാധിച്ചിരുന്നു. അദ്ദേഹം ഏകദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കവിതകൾ എഴുതി. അങ്ങനെ ഇരിക്കെയാണ് സത്യസന്ദേശവുമായി പ്രവാചകന്റെ ആഗമനം. ഒട്ടും സംശയിക്കാതെ അദ്ദേഹം സത്യമാർഗം സ്വീകരിച്ചു. ജൂത സമൂഹത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു അത്. ഇതുപോലെയായിരുന്നു ഖൈനുഖാ ഗോത്രത്തിലെ ഹുസൈൻ ബിൻ സലാം എന്ന നേതാവിന്റെ മാറ്റം. അത് സംബന്ധമായി അദ്ദേഹം തന്നെ പറയുന്നു: ദൈവദൂതനെ പറ്റി കേട്ടപ്പോൾ തന്നെ ആ പേരും ഗുണങ്ങളും മാത്രമല്ല, അദ്ദേഹത്തിന്റെ കാലത്തെ പറ്റിയും ഞാൻ മനസ്സിലാക്കി. കാരണം ഞങ്ങൾ അത്തരമൊരു ദൂതന്റെ ആഗമനം പ്രതീക്ഷിച്ചിരുന്നു. മനസ്സ് സന്തോഷിച്ചെങ്കിലും നാവ് ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം ഈത്തപ്പനമേലിരുന്ന് ജോലി ചെയ്യവേ ഒരാൾ വന്ന് പ്രവാചകൻ ഖുബായിലെത്തിയ വിവരം പറഞ്ഞു. ഞാൻ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലി. ഇത് കേട്ട് ഞെട്ടിത്തരിച്ച എന്റെ അമ്മാവി ഖാലിദ ബിൻത് ഹാരിസ് വിളിച്ചു പറഞ്ഞു: നിന്നെ ദൈവം ശപിക്കട്ടെ. മൂസ വന്നിരിക്കുന്നുവെന്ന സുവാർത്ത കേട്ടാൽ പോലും നീ ഇത്ര സന്തോഷിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അമ്മായി, അദ്ദേഹം മൂസയുടെ സഹോദരനാണ്. മൂസ കൊണ്ടുവന്ന സന്ദേശം തന്നെയാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. അന്ത്യദിനത്തോടടുത്തു വരുമെന്ന് പ്രവചിക്കപ്പെട്ട ദൈവദൂതൻ തന്നെയാണോ ഇത്? അവർ ചോദിച്ചു. തീർച്ചയായും. ഞാൻ ഉടനെ പ്രവാചക സന്നിധിയിൽ ചെന്ന് എന്റെ വിശ്വാസം പ്രഖ്യാപിച്ചു. തുടർന്ന് വീട്ടുകാരെ വിവരമറിയിച്ചു. അവരും സസന്തോഷം സത്യം സ്വീകരിച്ചു. മുൻകാല പ്രവാചകന്മാർ വിതച്ച സത്യത്തിന്റെ വിത്ത് അന്നും ഇന്നും മനുഷ്യ മനസ്സുകളിൽ മുളച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവർ വിതച്ച സത്യത്തിന്റെ വിത്തുകൾ ദൈവികം എന്ന് വിശ്വസിച്ചു പോരുന്ന പ്രമാണങ്ങളിൽ ചിതറിക്കിടക്കുന്നതായും കാണാം. പ്രവാചകന്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചനം ഇന്നും ബൈബിളിലുണ്ട്. നീ ആർ എന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ, അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല എന്ന് ഏറ്റുപറഞ്ഞു. പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനാണോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ബൈബിൾ പുതിയ നിയമം യോഹന്നാൻ സുവിശേഷം 1:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണിത് ഉള്ളത്. ക്രിസ്തുവും ഏലിയാവും അല്ലാത്ത മറ്റൊരു പ്രവാചകനെ ജൂതന്മാർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വ്യക്തം. ഹുസൈൻ ബിൻ സലാം സത്യസന്ധനായ ഒരു ജൂത പണ്ഡിതൻ കൂടിയായിരുന്നു. സ്വാഭാവികമായും സത്യം മനസ്സിലാക്കാൻ അത് എളുപ്പവുമായി. സത്യം മനസ്സിലാക്കാനല്ല പ്രയാസം, അറിഞ്ഞ സത്യത്തിനു വേണ്ടി സ്വന്തത്തെ നൽകാനാണ്. സമൂഹത്തിൽ ഉയർന്ന ശ്രേണിയിലുള്ളവർക്കത് കൂടുതൽ ശ്രമകരമാണ്. ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും വൻ മതിലുകളെ ഭേദിച്ചു വേണം വരാൻ. അങ്ങനെ സത്യമാർഗത്തിലേക്ക് വന്ന മഹാവ്യക്തിത്വമായിരുന്നു ഹുസൈൻ ബിൻ സലാം. അദ്ദേഹത്തെ അബ്ദുള്ള ബിൻ സലാം എന്നാണ് പ്രവാചകൻ പിന്നീട് പേര് വിളിച്ചത്.
ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും നടന്നുകൊണ്ടിരുന്നു. ജൂതന്മാർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞതേയില്ല. പ്രവാചകന്റെ നേതൃത്വത്തിലുള്ള ഈ മാറ്റങ്ങൾ മക്കയിലെ ഖുറൈശികളെയും വല്ലാതെ അസ്വസ്ഥരാക്കി. മാത്രമല്ല, മദീനയിൽ മുനാഫിക്കുകൾ അഥവാ കപടവിശ്വാസികൾ എന്നൊരു പുതിയ കൂട്ടർ രൂപപ്പെട്ടു. വിശ്വാസികളുടെ കൂട്ടത്തിലെ നിഷേധികളാണ് അവർ. മുസ്ലിം സമൂഹത്തിലാണ് മുനാഫിക്കുകൾ ഉണ്ടാവുക. അത് അന്നും ഇന്നും ഉള്ളതാണ്. അവർ ഇസ്ലാമിനെ തെറ്റായി പ്രതിനിധീകരിക്കുന്നവരും അവസരം കിട്ടിയാൽ തകർക്കാൻ ശ്രമിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഒരു സമുദായം ഇസ്ലാമിന് തെളിവാവുകയില്ല. ഇസ്ലാമിനെ ശരിയായി പ്രതിനിധീകരിക്കുന്ന സമൂഹമായിരിക്കും ഇസ്ലാമിന് തെളിവ്. നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും മുനാഫിക്കുകൾ. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 145-ാം വാക്യത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. സന്മാർഗവും സ്വർഗവും സാമുദായിക അടിസ്ഥാനത്തിൽ പാരമ്പര്യമായി ലഭിക്കുന്നതല്ല. സത്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതം സമർപ്പിക്കാൻ സന്നദ്ധമാവുമ്പോഴാണ് അത് ലഭിക്കുക. സംവാദങ്ങൾ. അബ്ദുള്ള ബിൻ സലാമിന്റെ മാറ്റം ജൂതന്മാർക്ക് അസഹ്യമായിരുന്നു. അവർ ഇസ്ലാമിനെതിരെ ചോദ്യങ്ങളും കുതർക്കങ്ങളുമായി വന്നു. കപടവിശ്വാസികളെ മുന്നിൽ നിർത്തിയായിരുന്നു അവരുടെ കളി. ഇസ്ലാമിക സദസ്സുകൾ അവർ ഉപയോഗപ്പെടുത്തി. ചോദ്യങ്ങൾ ചോദിച്ചു. സത്യം അറിയലല്ല ഉദ്ദേശം. സദസ്സിലുള്ളവരിൽ സംശയം ജനിപ്പിക്കൽ മാത്രമായിരുന്നു. സൃഷ്ടികളെ സൃഷ്ടിച്ചത് സൃഷ്ടാവാണെങ്കിൽ അവനെ സൃഷ്ടിച്ചത് ആരാണ്? പ്രവാചകന്റെ ഒരു സദസ്സിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യമാണിത്. ഇന്നും നിരീശ്വരവാദികൾ ചോദിക്കുന്ന ചോദ്യം. ഇതിനു മറുപടിയായി ദിവ്യ വെളിപാടുണ്ടായി. പ്രവാചകരെ, താങ്കൾ അവരോട് പറയുക, ദൈവം ഏകനാണ്, പരാശ്രയം വേണ്ടാത്തവനും എല്ലാവരും ആശ്രയിക്കുന്നവനും. അവൻ പിതാവല്ല, പുത്രനുമല്ല, അവന് തുല്യനായി ആരുമില്ല. വിശുദ്ധ ഖുർആനിലെ 112-ാം അധ്യായമാണിത്. സ്രഷ്ടാവിനെ സൃഷ്ടികളോട് ഉപമിക്കുന്നത് തന്നെ ശരിയല്ല. കാരണം സ്രഷ്ടാവിന് തുല്യമായി ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾക്ക് മാത്രം ബാധകമായ ചോദ്യങ്ങൾ സ്രഷ്ടാവിന് ബാധകമാവില്ല. ഈ വലിയ സത്യത്തെ ലളിതവാക്യത്തിലൂടെ ഖുർആൻ വ്യക്തമാക്കുകയാണിവിടെ. സൃഷ്ടിക്കപ്പെടുക എന്നത് സൃഷ്ടികൾക്കേ ബാധകമാകൂ, സ്രഷ്ടാവിന് ബാധകമാവില്ല. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം സൃഷ്ടികളാണ്, സൃഷ്ടിക്കപ്പെടാത്തതാണ് സ്രഷ്ടാവ്. സ്രഷ്ടാവ് ഉണ്ടെങ്കിലേ സൃഷ്ടികൾ ഉണ്ടാകൂ. സൃഷ്ടികൾ ഇവിടെ ഉണ്ട്, അതിനാൽ സ്രഷ്ടാവും ഉണ്ട്. ശില്പി ഉണ്ടെങ്കിലേ ശില്പം ഉണ്ടാകൂ. മാത്രമല്ല, ദൈവം പരാശ്രയം വേണ്ടാത്തവനും എല്ലാവരും ആശ്രയിക്കുന്നവനുമാണെന്ന കാര്യം തന്നെ ഒരു തത്വത്തെ പഠിപ്പിക്കുന്നുണ്ട്. ആശ്രയം ഉണ്ടെങ്കിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നുണ്ടാവണമെങ്കിൽ ആശ്രയം വേണ്ടാത്ത ഒന്നുണ്ടാവൽ നിർബന്ധമാണ്. പ്രപഞ്ചം എന്ന യാഥാർത്ഥ്യം ഇവിടെയുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാം പരസ്പരം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഭൂമിയിൽ ഒരു ചെടി പോലും വളരുന്നത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ സഹകരണത്തോടും കൂടിയാണ്. ആശ്രയിക്കപ്പെടാത്ത ഒന്നിൽ നിന്നല്ലാതെ ആശ്രയിക്കപ്പെടുന്നവർക്ക് നിലനിൽപ്പ് ഉണ്ടാവുകയില്ല. ഉദാഹരണത്തിന്, മനുഷ്യരുടെ ഒരു നീണ്ട വരി സങ്കല്പിക്കുക. അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് 1000 രൂപ വേണം. തൊട്ടുപിറകിലുള്ള ആളോട് ചോദിക്കുന്നു, അയാളുടെ കയ്യിലില്ല. അയാൾ തൊട്ടുപിറകിലുള്ള ആളോട് ചോദിക്കുന്നു, അയാളുടെ കയ്യിലുമില്ല. അയാൾ തൊട്ടുപുറകിലുള്ള ആളോട് ചോദിക്കുന്നു, അയാളുടെ കയ്യിലുമില്ല. ഈ പ്രക്രിയ തുടർന്നാൽ ആർക്കും ഒരിക്കലും 1000 രൂപ കിട്ടുകയില്ല. കിട്ടണമെങ്കിൽ ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത സ്വയം പര്യാപ്തനായ ഒരാൾ നിർബന്ധമാണ്. പരസ്പരം ആശ്രയിച്ചാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളും നിലനിൽക്കുന്നത്. അതിനാൽ ആശ്രയിച്ചു മാത്രം നിലനിൽക്കുന്ന സൃഷ്ടികളുടെ പിന്നിൽ സ്വാഭാവികമായും ഒന്നിനെയും ആശ്രയിക്കാത്ത ഒരു സൃഷ്ടാവ് ഉണ്ടാവൽ നിർബന്ധമാണ്. ദൈവത്തിന് തുടക്കമില്ല, ഒടുക്കവുമില്ല. ദൈവം സർവശക്തനും സർവജ്ഞനുമാണ്, സ്വയം പര്യാപ്തനുമാണ്, ആരെയും ആശ്രയിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ സൃഷ്ടാവായ ദൈവത്തെ ഒരു സൃഷ്ടിയോടും ഉപമിക്കാവതല്ല. എന്നാൽ സൃഷ്ടികൾ അങ്ങനെയല്ല. ആശ്രയിച്ചുകൊണ്ടല്ലാതെ നിലനിൽക്കാനാവില്ല. പരസ്പരം ആശ്രയിച്ച് നിലനിൽക്കുന്ന സൃഷ്ടികളാണ് ഇവിടെ ഉള്ളത് എന്നത് ആശ്രയം ആവശ്യമില്ലാത്ത സൃഷ്ടാവുണ്ട് എന്നതിന് തെളിവാണ്. മാത്രമല്ല, തുടക്കവും ഒടുക്കവുമുണ്ട് സൃഷ്ടികൾക്ക്. അവയുടെ പോലും തുടക്കത്തിന് ബാധകമായ ചോദ്യം ഒടുക്കത്തിന് ബാധകമാവില്ല. എങ്ങനെ തുടങ്ങി എന്ന ചോദ്യം തുടക്കമുള്ള ഒന്നിന്റെ തുടക്കത്തിനെ ബാധകമാവൂ, ഒടുക്കത്തിന് ബാധകമാവില്ല. എങ്ങനെ ഒടുങ്ങി എന്ന ചോദ്യം തുടക്കവും ഒടുക്കവുമുള്ള ഒന്നിന്റെ ഒടുക്കത്തിനെ ബാധകമാവൂ. എന്നിരിക്കെ തുടക്കവും ഒടുക്കവുമില്ലാത്ത സൃഷ്ടാവിന്റെ തുടക്കം അന്വേഷിക്കൽ അർത്ഥശൂന്യമാണ്. അറ്റത്തിന്റെ അറ്റം ഏത് എന്ന അന്വേഷണം പോലെ. പല സന്ദർഭങ്ങളിലും ജൂത പുരോഹിതന്മാർ പ്രവാചക സന്നിധിയിൽ വന്നുകൊണ്ടിരുന്നു. പരസ്പര ബന്ധമില്ലാത്തതും തർക്ക സ്വഭാവത്തിലുമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു. പിതാവിൽ നിന്ന് ജനിക്കുന്ന കുട്ടിക്ക് എങ്ങനെയാണ് മാതാവിന്റെ മുഖഛായ വരുന്നത്? താങ്കളുടെ ഉറക്കം എவ்விதമാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് അവർ ചോദിച്ചു കൊണ്ടിരുന്നത്. ഇത് സത്യത്തെ അറിയാനായിരുന്നില്ല, തർക്കിക്കാനും തോൽപ്പിക്കാനുമായിരുന്നു. വിശന്നിട്ട് വയ്യ.
മദീനയിൽ പ്രവാചകന് ലഭിച്ച സ്വീകാര്യത മക്കയിലെ ഖുറൈശികളെ അസ്വസ്ഥരാക്കി. മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന തീരുമാനത്തിലെത്തി. പല വഴികളും ആലോചിച്ചു. മദീനയിൽ ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള സൗഹൃദം തൃപ്തികരമായിരുന്നില്ല. അവസരം കിട്ടിയാൽ മുസ്ലിങ്ങൾക്കെതിരെ അവർ തിരിയും. അങ്ങനെ മദീനയുടെ അകത്തും പുറത്തും ശത്രുക്കൾ രൂപപ്പെട്ടു. അതിനിടയിൽ പല പ്രതിസന്ധികളും വിശ്വാസികളെ തേടിയെത്തി. എല്ലാം ഉപേക്ഷിച്ചു വന്ന മുഹാജിറുകൾക്ക് വേണ്ടി ഉള്ളത് ഭാഗിച്ചതാണ് അൻസാറുകൾ. വിഭവങ്ങൾ തികയാത്ത അവസ്ഥകൾ വന്നു. രണ്ടു കൂട്ടരും പട്ടിണിയിലേക്ക് എടുത്തെറിയപ്പെട്ടു. വിശപ്പ് അസഹ്യമായി. ഒരു സമയത്ത് വിശന്നു വലഞ്ഞ അബൂബക്കർ പ്രവാചകന്റെ അടുത്തേക്ക് വന്നു. തന്റെ പ്രയാസം പറഞ്ഞാൽ പ്രവാചകന് പ്രയാസമാകുമോ എന്ന ആശങ്ക. ശങ്കിച്ചു നിൽക്കുമ്പോഴാണ് ഉമറിന്റെ വരവ്. എന്താ ഈ സമയത്ത്? വിശന്നിട്ട് വയ്യ, ഉമറിന്റെ മറുപടി. രണ്ടുപേരും പ്രവാചകനോട് കാര്യം പറയാൻ തീരുമാനിച്ചു. പക്ഷേ പ്രവാചകൻ അതിലേറെ പരവശനായിരുന്നു. അബൂ തൽഹ പറയുന്നു, വിശപ്പ് സഹിക്കവയ്യാതെ പരാതിയുമായി ഞങ്ങൾ പ്രവാചക സന്നിധിയിൽ ചെന്നു. ആമാശയത്തിൽ വേദന തുടങ്ങിയപ്പോൾ സഹിക്കവയ്യാതെ കല്ല് വെച്ച് കെട്ടിയത് കുപ്പായം പൊക്കി കാണിച്ചു കൊടുത്തു. അപ്പോൾ സ്വന്തം കുപ്പായത്തിനടിയിൽ വലിയൊരു കല്ല് വെച്ച് കെട്ടിയത് കാണിച്ചു തന്നു പ്രവാചകൻ. ഞങ്ങൾക്ക് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പട്ടിണി മാത്രമല്ല, കടബാധ്യതകളും അവരെ കഷ്ടപ്പെടുത്തി. കടം വാങ്ങിയത് സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പലരും അപമാനിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ വരെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ബിലാൽ പ്രവാചകനോട് പറഞ്ഞത് ഒളിവിൽ പോകാൻ തീരുമാനിച്ച സന്ദർഭം പോലും ഉണ്ടായി എന്നാണ്. പ്രവാചകൻ ഒരു ഗ്രാമീണനിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ഒരു ദിവസം തന്റെ കടം തിരിച്ചു തരാൻ അയാൾ ആവശ്യപ്പെട്ടു. കയർത്തുകൊണ്ടുള്ള ഗ്രാമീണന്റെ സംസാര രീതി പ്രവാചക ശിഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരിടപെട്ടു. ഞാൻ എന്റെ അവകാശമാണ് ചോദിക്കുന്നത്. ഗ്രാമീണൻ തന്റെ ന്യായം പറഞ്ഞു. ഉടനെ പ്രവാചകൻ ഇടപെട്ടു. നിങ്ങൾ അയാളെ പിന്തുണക്കുകയാണ് വേണ്ടത്. കാരണം അയാൾക്ക് അതിന് അവകാശമുണ്ട്. ഇങ്ങനെ അനുയായികളെ തിരുത്തി പ്രവാചകൻ. മാത്രമല്ല, അയാൾക്ക് കൊടുക്കാനുള്ളതിനേക്കാൾ കൂടുതൽ കൊടുത്ത് കടം വീട്ടാനാണ് പ്രവാചകൻ നിർദ്ദേശിച്ചത്. ഇപ്രകാരം ഓരോ സംഭവം നടക്കുമ്പോഴും ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്നും പ്രസക്തം. കടം കൊടുക്കാനുള്ള വ്യക്തിയോട് പാലിക്കേണ്ട ഈ മര്യാദ അന്നും ഇന്നും മനുഷ്യ നാഗരികതയിൽ പ്രസക്തമാണ്. വിശുദ്ധ ഖുർആന് കാവ്യാത്മകമായ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയ പണ്ഡിതനാണ് മുഹമ്മദ് മർമഡ്യുക് പിക്താൾ. പ്രമുഖനായ പാശ്ചാത്യ നോവലിസ്റ്റും ജേർണലിസ്റ്റുമായിരുന്നു പിക്താൾ. അദ്ദേഹത്തെ കടവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പഠിപ്പിച്ച മര്യാദ സ്വാധീനിച്ച ഒരു സംഭവമുണ്ട്. ഒരു ദിവസം അദ്ദേഹം തന്റെ വീടിന്റെ മുമ്പിലിരിക്കുകയാണ്. തൊട്ടടുത്ത വീട്ടിൽ ഒരു വൃദ്ധനും യുവാവും തമ്മിൽ തർക്കം നടക്കുന്നു. വൃദ്ധൻ ചെറുപ്പക്കാരനെ രൂക്ഷമായി ആക്ഷേപിക്കുകയും അടിക്കുകയും ചെയ്തു. യുവാവ് എല്ലാം കേട്ട് സഹിക്കുന്നു. പിക്താൾ അടുത്തേക്ക് ചെന്ന് യുവാവിനോട് കാരണം തിരക്കി. യുവാവ് വൃദ്ധനിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും തിരിച്ചടിച്ചുകൂടായിരുന്നോ എന്ന് പിക്താൾ ചോദിക്കുന്നുണ്ട്. യുവാവിന്റെ മറുപടി, കടം വാങ്ങിയാൽ നിശ്ചിതാവധിക്ക് തിരിച്ചു നൽകണം. അത് ഒരു കരാറാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ കുറ്റക്കാരനാണ്. വൃദ്ധനെ തിരിച്ചടിച്ചാൽ ഇരട്ടി കുറ്റക്കാരനാകും. യുവാവിന്റെ മറുപടി കേട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. പിക്താളിന്റെ ഹൃദയാന്തരാളത്തിൽ ഒരു യുവാവ് പ്രവാചകനെ പ്രതിഷ്ഠിച്ചത് ഇவ்விதമാണ്. ഇസ്ലാം ഒരു സിദ്ധാന്തം മാത്രമല്ല, ഒരു സമീപനം കൂടിയാണ് എന്നതിന്റെ ആവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. ഹിജ്റ വല്ലാത്ത പരീക്ഷണം തന്നെ. അതിനിടയിൽ പോഷകാഹാരക്കുറവ് മൂലം പകർച്ചവ്യാധികൾ വ്യാപിച്ചു. പലരും രോഗം ബാധിച്ച് കിടപ്പിലായി. ശത്രുക്കൾ തക്കം പാർത്തിരിക്കുന്നു പുറത്ത്. ചെകുത്താനും കടലിനും മധ്യേ എന്ന അവസ്ഥയിലെത്തി വിശ്വാസികൾ. പരീക്ഷണം അതിന്റെ പാരമ്യത്തിലെത്തി. ഈ സന്ദർഭം പരമാവധി ഉപയോഗപ്പെടുത്താൻ ശത്രുക്കൾ ശ്രമിച്ചു. മുസ്ലിങ്ങൾക്ക് തങ്ങൾ മാരണം ചെയ്തതിന്റെ ഫലമാണിത് എന്നുവരെ പ്രചരിപ്പിച്ചു. പ്രവാചകന്റെ അനുയായികളായ അബൂബക്കർ, ബിലാൽ, ആമിർ, ഷദ്ദാദ് തുടങ്ങി പലരും അസുഖം ബാധിച്ച് കിടപ്പിലാണ്. അബൂബക്കർ പനി ബാധിച്ച് വിറക്കുകയാണ്. മരണത്തെ കണ്ടുകൊണ്ടെന്നോണം പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം പറയുന്നു, ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തെത്തിയിരിക്കുന്നു മരണം. ബിലാൽ മറ്റൊരിടത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അസ്വസ്ഥപ്പെടുന്നു. മക്കയിലെ താഴ്വരകളും ഉറവുകളും എനിക്ക് ഓർമ്മ വരുന്നു. പുല്ലു നിറഞ്ഞ ആ താഴ്വരയിൽ ഒരിക്കൽ കൂടി എനിക്ക് നടക്കാനാവുമോ? മദിനയിലെ വെള്ളം കുടിക്കാനും തുഫയിൽ ഷാമ മലകളിൽ ഓടിക്കളിക്കാനും എനിക്കിനി സാധിക്കുമോ? രോഗത്തിന്റെ പിടിയിലമർന്ന ആമിർ പറയുകയാണ്, മരണത്തിന്റെ ആഗമനത്തിന് മുമ്പ് തന്നെ മരണത്തിന്റെ സ്പന്ദനം കേൾക്കുകയാണ്. ഇങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ട് കഷ്ടപ്പെടുകയാണ് വിശ്വാസികൾ. ഹിജ്റ വല്ലാത്ത പരീക്ഷണം തന്നെ.
ഇത് കുട്ടിക്കളിയല്ല എന്ന് ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രാമീണൻ പ്രവാചകന്റെ കൈകൾ പിടിച്ച് സത്യമാർഗം സ്വീകരിച്ചിരുന്നു. മദീനയിൽ വന്നതോടെ പനി ബാധിച്ചു. ഇത് ഇസ്ലാം സ്വീകരിച്ചതിന്റെ ദുശകുനമാണ് എന്നാണ് അയാൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഇസ്ലാം ഉപേക്ഷിച്ച് ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. ഇത് സംബന്ധമായി പ്രവാചകൻ പറഞ്ഞു, മദീന തട്ടാന്റെ ഉല പോലെയാണ്. അതിലിടുന്നതോടെ സ്വർണത്തിലെ കീലകളൊക്കെ പോയി യഥാർത്ഥ തങ്കം വേർതിരിയുന്നു. ഊതിക്കാച്ചിയ പൊന്നായി മാറണം വിശ്വാസി. നെല്ലും പതിരും വേർതിരിഞ്ഞേ പറ്റൂ. മാത്രമല്ല, പരീക്ഷണത്തിനു ശേഷവും അവശേഷിക്കുന്നതാണ് യഥാർത്ഥ ദൈവസ്നേഹം. മറ്റേത് കാപട്യമാണ്. ഈ യാഥാർത്ഥ്യവും തിരിച്ചറിയപ്പെടണം. ഈ അർത്ഥത്തിൽ സത്യവിശ്വാസത്തെയും കപടവിശ്വാസത്തെയും വേർതിരിക്കാനുള്ള ഉരകല്ലാണ് പരീക്ഷണം. ഈ അരിച്ചെടുക്കൽ ഒരു സത്യപ്രസ്ഥാനത്തിന് അനിവാര്യമാണ്. ദൈവത്തിന്റെ നടപടിക്രമത്തിൽ അതുണ്ട്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 155-ാം വാക്യം ദൈവത്തിന്റെ ഈ നടപടിക്രമത്തിന് അടിവരയിടുന്നത് ഇങ്ങനെയാണ്: ചില്ലറ പേടി, പട്ടിണി, ജീവധനാദികളുടെ നഷ്ടം, വിളനാശം എന്നിവയിലൂടെ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോഴൊക്കെ ക്ഷമിക്കുന്നവരെ ശുഭവാർത്ത അറിയിക്കുക. ചതക്കുംതോറും ചന്ദനത്തിന്റെ സുഗന്ധം കൂടുകയാണ് ചെയ്യുക എന്നതുപോലെ പരീക്ഷിക്കുംതോറും വിശ്വാസിയുടെ വിശ്വാസവും വർദ്ധിക്കും. കാരണം വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം ഐഹിക സുഖങ്ങളല്ല, പരലോക വിജയമാണ്. ത്യാഗമാണ് അവിടേക്കുള്ള മുതൽക്കൂട്ട്. ജീവത്യാഗം അതിൽ ഏറ്റവും ഉയർന്നതാണ്. അതിനുള്ളതാണ് സന്മാർഗം. അതാകട്ടെ വിലപ്പെട്ടതുമാണ്. അതിനാൽ പരലോകത്തെ കണ്ടുകൊണ്ട് ക്ഷമയോടെ ഇഹലോക ജീവിതം നയിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് സന്മാർഗം എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ തെളിയുന്നത്. നന്ദി.